ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം 1857. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ ബ്രിട്ടീഷുകാർ വിളിച്ച പേര്. ശിപായി ലഹള. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷിയാര്? മംഗൾ പാണ്ഡെ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷിയാര്? ഖുദിറാം ബോസ്. ഇന്ത്യക്ക് മതമല്ല ഭക്ഷണമാണ് വേണ്ടത് എന്ന് പ്രഖ്യാപിച്ച നവോത്ഥാന നായകൻ ആര്? സ്വാമി വിവേകാനന്ദൻ. ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയത് ആര്? സ്വാമി ദയാനന്ദ സരസ്വതി. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആര്? ദാദാഭായ് നവറോജി. ജനഗണമന ഏത് പത്രത്തിലാണ് ആദ്യമായി പ്രസിദ്ധീകരിച്ചത്? തത്വബോധിനി. ഗാന്ധിജിയുടെ ജന്മദിനമായ ഒക്ടോബർ 2 അന്താരാഷ്ട്ര അഹിംസാ ദിനമായി ആചരിക്കാൻ ഐക്യരാഷ്ട്രസഭ തീരുമാനിച്ചത് എന്ന്? 2007 ജൂൺ 15. ക്വിറ്റ് ഇന്ത്യ, സൈമൺ ഗോ ബാക്ക് എന്നീ മുദ്രാവാക്യങ്ങളുടെ ഉപജ്ഞാതാവ് ആര്? യൂസഫ് മെഹ്റലി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപകൻ ആര്? എ. ഒ. ഹ്യൂം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ആ പേര് നിർദ്ദേശിച്ചത് ആര്? ദാദാഭായ് നവറോജി. ജവഹർലാൽ നെഹ്റു റാണി എന്ന് വിശേഷിപ്പിച്ച വനിത ആര്? റാണി ഗൈഡിൻ ലിയു. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ മലബാറിൽ നടന്ന പ്രധാന സംഭവം ഏത്? കീഴരിയൂർ ബോംബ് കേസ്. ബർദോളി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര്? സർദാർ വല്ലഭായ് പട്ടേൽ. മഹാത്മാഗാന്ധിയുടെ ആത്മകഥ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ആരാണ്? മഹാദേവ ദേശായി. ഗാന്ധിജി, മുഹമ്മദലി ജിന്ന എന്നിവരുടെ രാഷ്ട്രീയ ഗുരു ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെ. ഗാന്ധിജിയുടെ ദണ്ഡിയാത്രയെ ചായ്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് വിശേഷിപ്പിച്ചതാര്? ഇർവിൻ പ്രഭു. ഇന്ത്യയിൽ തപാൽ വകുപ്പ് ആരംഭിച്ച ഗവർണർ ജനറൽ ആര്? ഡൽഹൌസി പ്രഭു. മണികർണിക എന്ന പേരിൽ അറിയപ്പെട്ട സ്വാതന്ത്ര്യ സമര നായിക ആര്? ഝാൻസി റാണി. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ ഏത്?
ഹണ്ടർ കമ്മീഷൻ. ഗാന്ധിജി കോൺഗ്രസിന്റെ പ്രസിഡന്റായ ഏക സമ്മേളനം ഏതാണ്? ബെൽഗാം സമ്മേളനം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായ ആദ്യ വനിത ആരാണ്? ആനി ബസന്റ്. ജവഹർലാൽ നെഹ്റുവിനെ ഋതുരാജൻ എന്ന് വിശേഷിപ്പിച്ചത് ആര്? രവീന്ദ്രനാഥ ടാഗോർ. ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്നത് ആരാണ്? അരുണ ആസഫ് അലി. സാരേ ജഹാം സെ അച്ഛാ എന്ന ദേശഭക്തി ഗാനം രചിച്ചതാരാണ്? മുഹമ്മദ് ഇക്ബാൽ. ഗാന്ധിജി ദണ്ഡിയാത്ര നടത്തിയത് എത്രാമത്തെ വയസ്സിൽ ആയിരുന്നു? 61ാമത്തെ വയസ്സിൽ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് ആരായിരുന്നു? ജെ.ബി. കൃപലാനി. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആരാണ്? പിംഗലി വെങ്കയ്യ. ആരുടെ ജന്മദിനമാണ് ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നത്? സ്വാമി വിവേകാനന്ദൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്നും ഗാന്ധി രാജിവെച്ച വർഷം എന്ന്? 1934. വാഗൺ ട്രാജഡി ഏതു കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മലബാർ കലാപം. ഡൽഹിക്ക് മുമ്പ് ഇന്ത്യയുടെ തലസ്ഥാനം എവിടെയായിരുന്നു? കൊൽക്കത്ത. യുഎൻഒ ആദ്യമായി ദുഃഖസൂചകമായി പതാക താഴ്ത്തിക്കെട്ടിയത് എന്നായിരുന്നു? ഗാന്ധിജി അന്തരിച്ചപ്പോൾ. വരിക വരിക സഹചരേ എന്ന ദേശഭക്തി ഗാനം രചിച്ചതാര്? അംശി നാരായണ പിള്ള. സമ്പൂർണ്ണ വിപ്ലവത്തിന്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ജയപ്രകാശ് നാരായണൻ. ഗാന്ധിജിയുടെ ഇടപെടലിലൂടെ വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ട കേരളീയൻ ആരാണ്? കെ.പി.ആർ. ഗോപാലൻ. ഓഗസ്റ്റ് 15 ജന്മദിനമായ സ്വാതന്ത്ര്യസമര സേനാനി ആരാണ്? അരവിന്ദ് ഘോഷ്. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ കോൺഗ്രസ് പ്രസിഡന്റ് ആരാണ്? മഹാത്മാഗാന്ധി. ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച സംഭവം ഏതാണ്? ക്ഷേത്രപ്രവേശന വിളംബരം. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന അമൃത്സർ ഏത് സംസ്ഥാനത്താണ്? പഞ്ചാബ്. ഏത് സംഭവത്തെ തുടർന്നാണ് ഇന്ത്യയിൽ സ്വദേശി പ്രസ്ഥാനത്തിന് തുടക്കമായത്? ബംഗാൾ വിഭജനം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത വീഡിയോയുമായി ഉടനെ വരുന്നതായിരിക്കും. നന്ദി.